2004 ഡിസംബറിലാണ് ലോകത്തെ ഞെട്ടിച്ച് ഇന്തോനേഷ്യയിൽ സുമാത്രയുടെ പടിഞ്ഞാറൻ തീരത്തിനടുത്ത സുനാമി ഉണ്ടായത്. വർഷങ്ങൾ ഇത്ര കഴിയുമ്പോൾ പ്രകൃതിയിൽ വൻ മാറ്റങ്ങൾ നടക്കുന്ന ഈ കാലത്ത് ഇന്തോനേഷ്യയിൽ സംഭവിക്കാൻ പോകുന്ന അടുത്ത ദുരന്തത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഗവേഷകർ. മുന്നറിയിപ്പ് നൽകാൻ കാരണം ഇന്തോനേഷ്യയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ച അഗ്നിപർവ്വത വിസ്ഫോടനമാണ്. ഇന്തോനേഷ്യയിലെ നോർത്ത് സുലവേസി പ്രവിശ്യയിൽ സാഗിഹെ ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന റുവാങ് അഗ്നിപർവ്വതമാണ് പൊട്ടിത്തെറിച്ചത്. സ്ഫോടനത്തെ തുടർന്ന് ആളുകളെ ഒഴിപ്പിക്കുകയും വിമാനത്താവളം അടയ്ക്കുകയും ചെയ്തിരുന്നു. 3 ദിവസത്തിനിടെ 5 തവണയാണ് അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായത്. ചൊവ്വാഴ്ച രാത്രി 9:45ഓടെയാണ് ആദ്യ പൊട്ടിത്തെറി ഉണ്ടായത്. ഇതോടെ പ്രദേശത്താകെ പുകയും ചാരവും വ്യാപിച്ചു. വിമാനങ്ങളുടെ സുരക്ഷയെ ബാധിക്കുന്ന വിധത്തിൽ ചാരം വ്യാപിച്ചതിനാലാണ് അടച്ചിരുന്നത് എന്നാണ് അധികൃതർ പറഞ്ഞത്. അഗ്നിപർവ്വതത്തിന്റെ ഒരു ഭാഗം കടലിൽ തകർന്നു വീണ് 1871 സംഭവിച്ചതുപോലെ സുനാമി ഉണ്ടാകുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർക്കുള്ളത്. 130 സജീവ അഗ്നിപർവ്വതങ്ങളുള്ള രാജ്യമാണ് ഇന്തോനേഷ്യ. അതിനാൽ തന്നെ അഗ്നിപർവ്വത വിസ്ഫോടനങ്ങൾ രാജ്യത്ത് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കാറുമുണ്ട്. മെരാപ്പി എന്ന അഗ്നിപർവ്വത സ്ഫോടനമാണ് ഇന്തോനേഷ്യയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകാറുള്ളത്. ലോകത്തെ ഏറ്റവും പ്രശ്നക്കാരായ 8 അഗ്നിപർവ്വതങ്ങളുടെ ടൈംസ് പട്ടികയിൽ ഈ മെറാപ്പിയും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇന്തോനേഷ്യയിലെ അഗ്നിപർവ്വത ഏജൻസിയുടെ ഒരു പ്രസ്താവന അനുസരിച്ച് അഗ്നിപർവ്വതത്തിന്റെ ഒരു ഭാഗം കടലിലേക്ക് വീഴുന്നത് മൂലം പാറകൾ പൊട്ടിത്തെറിക്കുകയും ചൂടുള്ള മേഘങ്ങൾ ഡിസ്ചാർജ് ആവുകയും സുനാമി സാധ്യത ഏറുകയും ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. പലപ്പോഴായി പ്രകൃതി ദുരന്തങ്ങൾ ഇന്തോനേഷ്യ അനുഭവിക്കുന്നതിന് ഒരു കാരണമുണ്ട്. റിംഗ് ഓഫ് ഫയർ എന്ന മേഖലയിൽ സ്ഥിതി ചെയ്യുന്നതിനാലാണ് ഇന്തോനേഷ്യയ്ക്ക് ഈ പ്രതിസന്ധി. ടെക്ടോണിക് പ്ലേറ്റുകൾ കൂട്ടിമുട്ടുന്ന ഈ മേഖല അഗ്നിപർവ്വത സ്ഫോടനങ്ങൾക്കും ഭൂചലനങ്ങൾക്കും സാധ്യത കൂട്ടുന്നു. എന്താണ് റിംഗ് ഓഫ് ഫയർ? പസഫിക് സമുദ്രത്തെ ചുറ്റിപ്പറ്റിയുള്ള കുതിരപ്പടയുടെ ആകൃതിയിലുള്ള ഒരു പ്രദേശമാണ് റിംഗ് ഓഫ് ഫയർ. ഉയർന്ന ഭൂകമ്പത്തിനും അഗ്നിപർവ്വത പ്രവർത്തനത്തിനും പേരുകേട്ടതാണ് ഇവിടം. ഭൂമിയുടെ പുറന്തോടിൽ രൂപപ്പെടുന്ന നിരവധി ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനത്തിന്റെയും കൂട്ടിയിടിയുടെയും ഫലമാണ് ഈ റിംഗ് ഓഫ് ഫയർ. ലാറ്റിൻ അമേരിക്ക, വടക്കേ അമേരിക്ക എന്നിവയുടെ പടിഞ്ഞാറൻ തീരങ്ങൾ, റഷ്യയുടെ കിഴക്കേ അറ്റത്തെ മുനമ്പുമായി ബന്ധപ്പെട്ട തീരങ്ങൾ, ജപ്പാൻ, ഇന്തോനേഷ്യ, ന്യൂസിലാൻഡ് എന്നിവയുൾപ്പെടെ പസഫിക് സമുദ്രത്തിന് മുകളിലാണ് ഈ മേഖലയുണ്ടാകുന്നത്. 850 സജീവ അഗ്നിപർവ്വതങ്ങളുള്ള ഇവിടെ ഭൂചലനങ്ങളും സ്ഥിരമാണ്. ഓരോ വർഷവും 1500 പ്രകൃതി ദുരന്തങ്ങൾ ഇന്തോനേഷ്യൻ ദ്വീപ സമൂഹത്തിൽ സംഭവിക്കുന്നുവെന്നാണ് കണക്ക്. ഓരോ മാസവും ശരാശരി ഒരു വലിയ പ്രകൃതി ദുരന്തമെങ്കിലും ഇവിടെ സംഭവിക്കുന്നുമുണ്ട്. മറ്റൊരു റിപ്പോർട്ട് അനുസരിച്ച് ഇന്തോനേഷ്യയുടെ തലസ്ഥാനമായ ജക്കാർത്ത അപൂർവമായൊരു ദുർവിധി നേരിടുകയാണ്. ഓരോ വർഷവും 25 സെന്റിമീറ്റർ വെച്ച് ഈ നഗരം മുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. അളവിൽ കൂടുതൽ ഭൂഗർഭജലം ഖനനം ചെയ്തതാണ് ഇതിന് കാരണമായതെന്നാണ് ശാസ്ത്രജ്ഞരുടെ നിഗമനം.